അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയെ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ലോകം മുഴുവനും ഉണർന്നിരിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കള്, ഇന്ന് കടന്നു പോകുന്ന ഓരോ വഴികള്, ഓരോ ഉദ്യമങ്ങള്, ഓരോ ജീവിത ലക്ഷ്യങ്ങള്, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ സാന്നിധ്യം, സഞ്ചാരി മാതാവേ, സമയത്തിൻ്റെ അധികാരി, ഈ മക്കളുടെ കൂടെ പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്നവരെ എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്ന, ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും അവർ പഠിച്ചിരിക്കുന്ന മനസ്സിൽ ഓർത്തിരിക്കുന്ന പരീക്ഷയെ പ്രതിഫലിപ്പിക്കുവാനും, പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും, പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നിങ്ങളുടെ കഴിവിൻ്റെ അപ്പുറം ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിച്ചുകൊണ്ട് ഉന്നതമായ വിജയം കൈവരിക്കാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ജോലിയില്ലാത്തവർ, സാമ്പത്തിക കടങ്ങളിൽപ്പെട്ടിരിക്കുന്നവർ, കലഹങ്ങളുള്ളവർ, കുടുംബത്തിൽ പലതരത്തിലുള്ള വഴക്കുകളും അസമാധാനം നിലനിൽക്കുന്നവർ, രോഗികൾ, പീഡിതർ, ആശുപത്രിയിൽ നിന്ന് ഇതുവരെ പോരാത്തവർ, ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ, ടെസ്റ്റിന് കൊടുത്തിരിക്കുന്നവർ, കർത്താവ് കൾച്ചറിന് കൊടുത്തിരിക്കുന്നവർ, ബയോപ്സി കൊടുത്തിരിക്കുന്നവർ, കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ദൈവത്തിലെ ഞാൻ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുക്രിസ്തു നിന്നെ ആശീർവദിക്കുന്നു. നിൻ്റെ ജോലികൾ, വീടുകൾ, വിൽക്കാത്ത സ്ഥലങ്ങൾ, നഷ്ടപ്പെട്ട ജോലികൾ, ക്യാൻസലായ വിസകൾ എല്ലാം ഈശോ ഏറ്റെടുക്കുകയും നിൻ്റെ കുടുംബം നിലനിർത്തുകയും ചെയ്യട്ടെ. മക്കളില്ലാത്തവരെ ആശീർവദിക്കുന്നു, വിവാഹം ഒത്തുവരാത്തവരെ ആശീർവദിക്കുന്നു. റബ്ബറിൽ നിന്നും, കേര കർഷകരിൽ നിന്നും, പശുത്തൊഴിലാളികളിൽ നിന്നും തൊഴിൽ നഷ്ടപ്പെട്ടവരെയും വരുമാനം കുറഞ്ഞു പോയവരെയും കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെതുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു.
ധൂർത്തപുത്രൻ്റെ കഥകൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്തില്ലേ ഇല്ലേ? അപ്പോൾ അതിൻ്റെ അകത്തൊരു വാൽക്കഷ്ണം വന്നിട്ടുണ്ട്. ഇടയ്ക്കുള്ള അതായത് പ്രസവിച്ചില്ലേ ധൂർത്തപുത്രൻ്റെ അയാൾ വന്നിട്ട് പറയണത് എന്താ? ആര്? ഇളയ മകൻ വന്നിട്ട് അപ്പനോട് പറയുന്നത് എന്താ? അങ്ങയുടെ ദാസൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ അല്ലേ? അങ്ങനെ പറയണില്ലേ? അങ്ങനെ ഇപ്പോഴാണ് ദാസനാകാൻ പോണതേ. ലുക്ക 15:19 നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിന്റെ ദാസരിൽ ഒരുവനായി. അപ്പൊ ഇനി മുതൽ പുള്ളിയെ ചെയ്യാൻ പോവുകയാണ്. എന്താണ്? നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അപ്പൊ അത് ഇനി മുതലാണ്. ഞാൻ ഇനി യോഗ്യനല്ല, അതുകൊണ്ട് ഇനി മുതൽ എന്നെ ദാസനായി സ്വീകരിക്കണമെന്നാണ് അല്ലേ? പക്ഷെ ഇവിടെ വേറെ കാര്യമുണ്ടല്ലോ. ആദ്യം മുതലേ ദാസ്യ പേര് ചെയ്യണ ആളുണ്ടല്ലോ. അയാളെന്താ പറയണത്? മൂത്ത മകൻ 15:29 വായിച്ച് ലൂക്ക. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു. എന്നാൽ അവൻ മൂത്ത മകൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല. അതാണ് പ്രശ്നം. ഇവൻ പറയണേ, ഈ മൂത്തവൻ പറയണത് ഞാൻ ഇനി അങ്ങയുടെ ദാസനായി ജീവിച്ചോളാന്ന്. അപ്പൊ ഇനി മുതലാണ് പുള്ളി എല്ലാം മുടിഞ്ഞ് തേച്ച് കഴുകി വന്നപ്പോഴാണ് ഇനി മുതൽ ദാസനാണ്. പക്ഷെ നേരത്തെ തന്നെ ജീവിതകാലം മുഴുവൻ ദാസനായ ഒരു മനുഷ്യനാണ് മൂത്തവൻ. ഞാൻ എത്ര കാലമായി നിനക്ക് വേണ്ടി ദാസ്യവേല ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ദൈവമായിട്ട് ഡീലിങ്സിലെ ഒരു ദിവസത്തെ ബിസിനസ് അല്ലെങ്കിൽ ജോലി കഴിയുമ്പോൾ ഈ കണക്ക് വെക്കുമ്പോൾ എന്ത് വരുമെന്നറിയാമോ? ദൈവം ഇങ്ങോട്ട് തരാനുണ്ടാകണം, അല്ലാതെ നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുണ്ടാകരുത്. അത് നമ്മൾ അതാ ദിവസം ശ്രദ്ധിച്ചാൽ മതി. അവസാനം നമ്മൾ ഉറങ്ങാൻ നേരത്തെ കണക്ക് വെക്കാൻ നേരത്തെ കർത്താവ് നമുക്ക് കണക്കാരനാകണം. അതാണ് ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അല്ല നമ്മൾ ദൈവത്തിന് കൊടുക്കാൻ ഉണ്ടാകരുത്. ഇപ്പം മൂത്തമ്മൻ്റെ വിജയം അതാണേ. അയാൾ പറഞ്ഞത് എന്താണ്? ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. എങ്കിലും എന്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ലല്ലോ. അപ്പൊ കണക്ക് വെച്ചപ്പോ എന്ത് പറ്റി? അവനൊന്നും അങ്ങോട്ട് കൊടുക്കാനുമില്ല, അപ്പൻ ഇങ്ങോട്ട് തരാനേ ഉള്ളൂ. ഇങ്ങനെയാണ് ആ കണക്ക് അവസാനിക്കണത്. പക്ഷെ ആ കണക്കിൽ തെറ്റൊന്നുമില്ല. അപ്പൻ ഇവന് ഡെയിലി പേയ്മെന്റ് നടത്തണില്ലേ? ഇവനൊരു ദിവസക്കൂലിക്കാരനായിട്ട് കണ്ടില്ലെന്നേ ഉള്ളൂ. ദിവസക്കൂലിക്കാരനാണല്ലോ അന്നന്ന് കണക്ക് തീർക്കണത്. അപ്പൻ അന്നന്ന് കണക്ക് തീർത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ ആ ബന്ധം എന്താണ്? എൻ്റെ മകനെ ശാശ്വതമാണ് ഈ ബന്ധം കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകനെ എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. ലൂക്ക 15:31 അപ്പോൾ പിതാവ് പറഞ്ഞു മകനെ നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ, എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. അപ്പൊ അക്കൗണ്ട് വന്നപ്പോൾ എന്ത് പറ്റി? ഈ നിത്യത എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് എല്ലാം റീഫണ്ടബിൾ ആവും. അതുകൊണ്ട് എപ്പോഴും ഓർത്തേക്കണം കേട്ടോ, കർത്താവ് കാഷ് ആൻഡ് കൈൻഡായിട്ട് ഈ ഭൂമി വെച്ച് തന്നെ എല്ലാം പേയ്മെന്റ് ചെയ്യണമെന്ന് നിങ്ങൾ ചാട്ടി പിടിക്കരുത്. കുറച്ച് നമുക്ക് തിരിച്ചു തരാനുണ്ടാകണം. ആ രീതി വേണം കണക്കുകൾ അവസാനിക്കാൻ. എൻ്റെ പേര് ശില്പ, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജസ്റ്റിൻ. ഞങ്ങൾ കോതമംഗലത്തു നിന്നാണ് വരുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഡെൻറ്റിസ്റ്റാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ ഉടമ്പടി എടുത്തത് ഓഗസ്റ്റ് 2021 അന്ന് പ്രാർത്ഥനകളൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്തു. പക്ഷേ എല്ലാ കാര്യങ്ങളും ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് ഞങ്ങൾ അനുസരിച്ചിരുന്നില്ല. അതായത് കൃത്യമായിട്ട് 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കണം, അങ്ങനെ കാരുണ്യ പ്രവൃത്തികൾ, ഇതെല്ലാം ചെറുതായിട്ടൊക്കെ ഒന്ന് ഞങ്ങൾ ഉഴപ്പി. അപ്പോൾ അങ്ങനെ ആ ഉടമ്പടിയുടെ ഒരു കാലാവധി തീർന്നു. പിന്നീട് ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത് 2023 സെപ്റ്റംബറിലാണ്. അപ്പോൾ ഇത്തവണ ഉടമ്പടി എടുത്തപ്പോൾ ഞങ്ങൾ മനസ്സുകൊണ്ട് തന്നെ തീരുമാനം എടുത്തു, ഇപ്രാവശ്യം എല്ലാം കറക്റ്റായിട്ട് തന്നെ ഞങ്ങൾ പാലിക്കും, അതിനൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവത്തില്ല. അപ്പോൾ ആ ഒരു ഇതിലൂടെ ഞങ്ങളത് ഉടമ്പടി എടുത്തു. അപ്പോൾ അതിനകത്ത് വെച്ചിരുന്ന ഒരു നിയോഗം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനായിട്ട് ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡെൻറ്റിസ്റ്റുകളായതുകൊണ്ട് തന്നെ UK ഡെൻ്റൽ തെറാപ്പിസ്റ്റ് ഒരു കോഴ്സുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇവിടുന്ന് ഓൺലൈനിൽ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഈ കോഴ്സ് എടുത്തു. ഭാഗ്യവശാൽ 2023 മാർച്ച് ആയപ്പോൾ തന്നെ എനിക്ക് എൻ്റെ രജിസ്ട്രേഷൻ കിട്ടി. പക്ഷേ ഹസ്ബൻഡിൻ്റെ രജിസ്ട്രേഷൻ്റെ കാര്യത്തിൽ അവിടുന്ന് യാതൊരു അറിയിപ്പും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഓഗസ്റ്റ് മാസം 2023 ആയപ്പോഴത്തേക്കും അവിടുന്ന് ഒരു മെയിൽ വന്നു, ഹസ്ബൻഡിൻ്റെ രജിസ്ട്രേഷൻ റിജക്റ്റഡ് ആയി,
അപ്പോൾ ഇനി നിങ്ങളിത് പ്രൊസീഡ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു മെയിൽ വന്നു. ഞങ്ങൾ ആകെപ്പോടെ ഷോക്കായിപ്പോയി. കാരണം ഒരാളുടെ രജിസ്ട്രേഷൻ മാത്രം കിട്ടിയത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം രണ്ടുപേർക്കും അവിടെ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും രജിസ്ട്രേഷൻ വേണം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഉടമ്പടി പുതുക്കുമ്പോൾ ഈ ഒരു നിയോഗം അതിൽ വെക്കണം എന്ന്. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി പുതുക്കാനായിട്ട് സെപ്റ്റംബർ 2023 അടുത്ത മാസം തന്നെ, ഈ റിജക്റ്റഡ് ആയതിൻ്റെ അടുത്ത മാസം തന്നെ ഞങ്ങളിവിടെ എത്തിക്കഴിഞ്ഞ് നമുക്ക് പത്രമൊക്കെ കിട്ടി. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഹസ്ബൻഡിന് പൊതുവേ പത്രം കൊടുക്കാൻ മാത്രം ഇച്ചിരി മടിയുണ്ട്, ബാക്കി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യും, പത്രം കൊടുക്കാൻ മാത്രം ഇച്ചിരി മടിയുണ്ട്. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇന്ന് ഈ 3 കെട്ട് പത്രത്തിൽ 1 കെട്ട് പത്രമെങ്കിലും നമ്മളിത് കൊടുത്ത് തീർത്തിട്ട് വീട്ടിൽ കയറുവാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ റിജക്റ്റഡ് ആണ് എന്ന് കേട്ട ഈ മെയില് ശരിക്കും അക്സെപ്റ്റഡ് ആകും എന്ന് ഞാൻ പറഞ്ഞു. ഇത് പറയുമ്പോൾ എനിക്ക് തന്നെ വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം അവിടെ ജനറൽ ഡെൻ്റൽ കൗൺസിൽ UK ഒരിക്കലും റിജക്റ്റഡ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ പിന്നെ അവർ എടുക്കില്ല. നമ്മൾ പ്രത്യേകിച്ച് അപ്പീലും ഒന്നും കൊടുത്തിട്ടില്ലെന്നുണ്ടെങ്കിലും ഇത് എടുക്കത്തില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഹസ്ബൻഡിൻ്റെ അടുത്ത്, പുള്ളിയുടെ മടിയൊന്ന് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ രണ്ടുപേരും ഇതുപോലെ പ്രാർത്ഥിച്ച് എല്ലാവർക്കും പത്രമൊക്കെ കൊടുത്ത് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് 2 കെട്ട് പത്രം അങ്ങനെ തീർന്നു. അപ്പോൾ വീട്ടിൽ ചെന്ന് ഒരു 4:30, ഞങ്ങളൊരു 12 മണിയോടുകൂടി വീട്ടിലെത്തി. ഒരു 4:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു മെയിൽ വന്നു, നിങ്ങളുടെ റിജക്റ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഇതായത് നിങ്ങൾക്ക് ഗ്രാൻറ്റഡ് ആയിരിക്കുന്നു. അതായത് ഈ ആപ്ലിക്കേഷൻ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടി എന്ന് പറഞ്ഞ തരത്തിലായി. ഞങ്ങൾ ഭയങ്കര സർപ്രൈസ്ഡായി. ഇതൊരു മിറക്കിളായിട്ട് തന്നെ ഞങ്ങൾ കാണുന്നു. കാരണം ഒരിക്കലും UK ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ ഈ ഡെൻ്റൽ തെറാപ്പിസ്റ്റിൻ്റെ കോഴ്സ് എടുത്ത ഈ ഏജൻസിക്ക് ഞങ്ങൾ കുറച്ച് തുക കൊടുത്തിരുന്നു. കാരണം അവർ പറഞ്ഞിരുന്നു ഞങ്ങൾ തന്നെ നിങ്ങൾക്കൊരു ജോബ് അവിടെ ഏർപ്പെടുത്തി തരുമെന്ന്. അപ്പോൾ ഈ രജിസ്ട്രേഷൻ ക്യാൻസലായി എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടപ്പോൾ ഇനി ആ ജോബിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ആ ഏജൻസിയുടെ അടുത്ത് പറഞ്ഞു ഞങ്ങൾക്ക് ആ തുക ഒന്ന് തിരിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ അവർക്കത് തരാൻ മടിയായിരുന്നു. അപ്പോൾ അവരത് തരില്ല എന്ന് നമുക്ക് തോന്നിയപ്പോൾ പിന്നെയും ടെൻഷനായി. അപ്പോൾ ഞങ്ങൾ ഉടമ്പടിയിൽ അത് വെച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒന്നും പറയാതെ തന്നെ പിന്നീട് അവരത് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തു തന്നു. ഈ ഒരു എമൗണ്ടും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. പിന്നെ ഈ രജിസ്ട്രേഷൻ കിട്ടിക്കഴിയുമ്പോൾ അറിയാലോ അടുത്തത് നമ്മൾ ജോലിക്കാണ് നോക്കുന്നത്. അപ്പോൾ ഈ ജോലിക്ക് ഞാൻ ഉടമ്പടിയിൽ വെച്ചത് എൻ്റെ ഹസ്ബൻഡിന് പുറത്ത് UK ഒരു ജോലി കിട്ടണം. അപ്പോൾ എനിക്കെന്തായാലും ആ പുറകെ ഡിപ്പെൻഡൻ്റ് ആയിട്ടൊക്കെ പോകാമല്ലോ. പക്ഷെ ഒരുമിച്ച് പോകാൻ പറ്റത്തില്ലായിരിക്കും ഡിപ്പെൻഡൻ്റ് ആയിട്ട് പോകുമ്പം. അപ്പോൾ അതറിയാം. അപ്പോൾ UK ഹസ്ബൻഡിന് കിട്ടണമെന്ന് പറഞ്ഞു വെച്ചു. അപ്പോൾ ഞങ്ങൾ ഡേറ്റ് വെച്ചാണ് പ്രാർത്ഥിച്ചത്. ഡിസംബർ 7 മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസമാണ് ഞങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചത്. അപ്പോൾ അന്ന് എന്തെങ്കിലും ഒരു അത്ഭുതം നടക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ ഡിസംബർ 5 ആയപ്പോഴത്തേക്കും ഒരു ഓഫർ ഹസ്ബൻഡിന് വന്നു. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ആ ഓഫറൊക്കെ വന്ന് അവരുമായിട്ട് ഇൻ്റർവ്യൂ ഒക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വൈഫ് എന്ത് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ചോദിച്ചപ്പോൾ വൈഫും ഇങ്ങനെ ഡെൻ്റൽ തെറാപ്പിസ്റ്റ് ആണ്, അവിടുത്തെ രജിസ്ട്രേഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 2 പേർക്കും കൂടി ഞങ്ങൾ ഫുൾ ടൈം ആയിട്ട് അവിടെ സെയിം ഹോസ്പിറ്റലിൽ തന്നെ ജോലി തരാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരാൾക്കുള്ള ജോലിയാണ് മാതാവിൻ്റെ അടുത്ത് ചോദിച്ചത്. പക്ഷേ മാതാവ് ഒരേ സ്ഥലത്ത് ഒരുപോലെ ഞങ്ങൾക്ക് 2 പേർക്കും ജോലി തന്നു. അപ്പോൾ ഇതിന് ഈ കാര്യം നടക്കുന്നതിന് ഒരു മാസം മുന്നേ അച്ഛൻ്റെ ഒരു ടോക്കിൻ്റെ അകത്ത് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, ഒരു ചേച്ചി വീട് പണിയാനായിട്ട് ഒത്തിരി ആഗ്രഹിച്ചായിരുന്നു. അപ്പോൾ ആ ചേച്ചീനെ കാണാനായിട്ട് ആ ചേച്ചി പള്ളി പോയപ്പോഴത്തേക്കും ഒരു സിമൻറ്റ് ബക്കറ്റുമായിട്ടൊക്കെ ഒരു അമ്മച്ചി അവിടെ വന്നു. എന്നിട്ട് ആ ചേച്ചീനെ നോക്കി നിൽക്കുമായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഈ വീട് പണിക്ക് ആരംഭിക്കുമായിരുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഞാനിങ്ങനെ അന്നേരം എൻ്റെ മനസ്സിൽ പറഞ്ഞു, അപ്പോൾ ആ ചേച്ചീനെ വീട് പണിയാൻ ആഗ്രഹിച്ചപ്പം ആ ചേച്ചീനെ കാണാൻ മാതാവ് ഒരു സിമൻറ്റ് ബക്കറ്റൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ എന്നെ കാണാൻ മാതാവ് ഞാൻ പുറത്തേക്ക് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നത് കൊണ്ട് വലിയൊരു ബാഗുമായിട്ട് വരുമായിരിക്കും എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ ഇങ്ങനെ ചുമ്മാ പറഞ്ഞു. പക്ഷേ അത് നടക്കുമൊന്നുമില്ല എന്ന് എനിക്കറിയാം. എന്നെ കാണാൻ മാതാവ് ബാഗുമായിട്ട് വരുമൊന്നുമില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ ക്ലിനിക്കിൽ നിന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചോറുണ്ണാനായിട്ട് എത്തിയപ്പോഴത്തേക്കും പപ്പയും അമ്മയും പറഞ്ഞു ഞങ്ങൾ ഒരു ആവശ്യത്തിന് പുറത്ത് പോവുകയാണെന്ന്. അപ്പോൾ അവർ പുറത്ത് പോയ ഉടനെ ഒരാൾ വന്ന് ബെല്ലടിച്ചു. അപ്പോൾ സാധാരണഗതിയിൽ ഞാൻ ബെല്ലടിക്കുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്ന് തുറക്കാറില്ല, കാരണം പപ്പയും അമ്മയൊക്കെയാണ് തുറക്കാറ്. അപ്പോൾ ആരും ഇല്ലാത്തതിനെ തുടർന്ന് ഞാൻ അവിടെ വന്ന് തുറന്നു കഴിഞ്ഞപ്പോൾ ഒരു ആ ചേച്ചി പറഞ്ഞു പുൽത്തൈലം വിൽക്കാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞു. അപ്പോൾ എന്തോ ആ ചേച്ചിനെ കണ്ടപ്പോൾ തൊട്ട് എനിക്ക് ചുമ്മാ കരയാൻ തോന്നുക. അപ്പോൾ ഞാനിങ്ങനെ ആ ചേച്ചിയുടെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ ആ ചേച്ചിനോട് ചോദിച്ചു, മോളെ ഉടമ്പടി എടുത്തതാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഉടമ്പടി എടുത്തതാണല്ലോ എന്ന് പറഞ്ഞു. പുതുക്കിയായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പുതുക്കുകയും ചെയ്തു. എന്നിട്ട് എന്താ സാക്ഷ്യം പറയാത്തത്
എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു സാക്ഷ്യം പറഞ്ഞില്ല, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടെ നടന്നിട്ട് ഒരുമിച്ച് പറയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു അങ്ങനെയല്ല, നടന്നത് പറ, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴിയേ നടക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ചേച്ചി ഇതൊക്കെ പറഞ്ഞ് കുറച്ച് സംസാരിച്ചിട്ടൊക്കെ പോയി. പിന്നെ ഞാൻ ഈ ചേച്ചി വന്ന കാര്യം ഞാൻ ഹസ്ബൻഡിനെ ഇങ്ങനെ വിളിച്ച് പറയാം. സാധാരണ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഹസ്ബൻഡിനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയും. അപ്പോൾ ആ കൂട്ടത്തിൽ ഇങ്ങനെ പറയുകയാണ്, ഒരു ചേച്ചി വന്നായിരുന്നു ഇങ്ങനെ പുൽത്തൈലമൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട്. ആ ചേച്ചി ഒരു വലിയ ബാഗൊക്കെ ആയിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ തന്നെ അന്നേരമാണ് ശ്രദ്ധിക്കുന്നത്, ഞാൻ തന്നെ പറയുകയാണ് ഒരു വലിയ ബാഗുമായിട്ടാണ് വന്നതെന്ന്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് 2 ദിവസം മുന്നേ ഞാനിങ്ങനെ പറയുമായിരുന്നു മാതാവ് എന്നെ കാണാൻ വലിയ ബാഗുമായിട്ട് വരുമെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ജോലി ഉടനെ കിട്ടും, കാരണം വലിയ ബാഗുമായിട്ട് മാതാവ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. അതിനിപ്പുറമാണ് ഞങ്ങൾക്കിങ്ങനെ 2 പേർക്കും കൂടി ഒരു ജോബ് ഓഫർ ഇപ്പം വന്നേക്കുന്നത്. അത് മിനിങ്ങാന്നാണ് വന്നത്. ഞങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് തന്നെ അത് അക്സെപ്റ്റ് ചെയ്യണമെന്ന്, മാതാവിൻ്റെ സന്നിധിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ അടുത്ത കാര്യം, ഞങ്ങളുടെ കുഞ്ഞിന് ജനിച്ചപ്പോൾ തന്നെ കോളിക്കായിരുന്നു, അതായത് കുറച്ച് ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ പാല് കുടിച്ചാൽ അത് ഛർദ്ദിക്കും, എന്തെങ്കിലും ഭക്ഷണം കൊടുത്താലും അത് ഛർദ്ദിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ആകെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു 2 വയസ്സിന് ശേഷം ഇവന് ചെറിയൊരു അലർജി രോഗം തുടങ്ങി. അതായത് ഫുഡ് അലർജി എന്തോ ആണ്, പക്ഷെ അത് എന്ത് ഫുഡ് ഐറ്റം ആണെന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കാലിൽ മാത്രമേ ഉള്ളൂ അതിങ്ങനെ ചൊറിഞ്ഞ് തടിച്ച് വരും എന്തെങ്കിലും ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ തന്നെ. അപ്പോൾ ഞങ്ങൾ ചോക്ലേറ്റ്സ് നിർത്തി നോക്കി, പാല് നിർത്തി നോക്കി, അങ്ങനെ പല കാര്യങ്ങളും, മുട്ട നിർത്തി നോക്കി, പക്ഷെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു അലോപ്പതി, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അലോപ്പതി ഡോക്ടറിനെ കാണാൻ പോയി. മരുന്ന് തന്നു, 2 കോഴ്സ് എടുത്തു. ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോഴത്തേക്കും ഇത് കുറയും, പക്ഷേ ട്രീറ്റ്മെൻറ്റ് എപ്പോഴാണോ തീരുന്നത് അപ്പം തന്നെ ഇത് പിന്നെയും തുടങ്ങും. അപ്പോൾ പിന്നെ ഞങ്ങൾ അടുത്തത് ഹോമിയോപ്പതിയിലേക്ക് പോയി. അപ്പോൾ എല്ലാവരും പറഞ്ഞു അവിടെ നല്ല ക്യൂർ ആയിരിക്കുമെന്ന്. അങ്ങനെ ചെന്നു, 2 ഡോസ് മരുന്ന് നമ്മൾ അവിടെ കഴിച്ചു. എന്നിട്ടും മരുന്ന് കഴിയുമ്പോഴത്തേക്കും ഇത് പിന്നെയും തുടങ്ങും. അപ്പം ഞാൻ വിചാരിച്ചു ഇനി മരുന്നിനെ നോക്കി നിന്നിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ മാതാവിൻ്റെ തൈലം പുരട്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചു. ഇപ്പോൾ അവൻ്റെ കാലിൽ അങ്ങനെ ഒരു ചെറിയ പാടുണ്ടെന്നല്ലാണ്ട് മാത്രമല്ല, അതിന് കാരണം അതിന് ഞാൻ പുറകെ അത് തേക്കുമ്പോൾ, തൈലം പൂശി പ്രാർത്ഥിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും മാറും. ഇപ്പോൾ ഒരു പാട് മാത്രമേ ഉള്ളൂ, ചൊറിച്ചിലോ ചുമന്ന നിറമോ ഒന്നുമില്ല. അപ്പോൾ അതും പിന്നെ ഈ പറഞ്ഞ പോലെ ദഹന പ്രശ്നങ്ങൾ, ഞാൻ അവന് ഭക്ഷണം കൊടുക്കുമ്പോൾ മാതാവിൻ്റെ ഉപ്പിട്ടിട്ട് എല്ലാ ദിവസവും കൃത്യമായിട്ട് മാതാവിൻ്റെ ഉപ്പ് ഭക്ഷണത്തിൽ കലർത്തിയിട്ട് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ അതും മാറിക്കിട്ടി. പിന്നെ എൻ്റെ പേരൻസിന് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ നടുവേദനയും ഷുഗറും ഒക്കെ ഉണ്ടായിരുന്നു. 400-ന് മേളിലൊക്കെ ആയിരുന്നു എൻ്റെ പപ്പയുടെ ഷുഗർ. അപ്പോൾ പപ്പ എന്ത് ചെയ്താലും മരുന്ന് കഴിക്കത്തില്ല, നമ്മൾ എത്ര പറഞ്ഞാലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കും. അപ്പോൾ ഞങ്ങൾ ഉടമ്പടി എടുത്തു. അതിനുശേഷം പപ്പ മരുന്ന് കഴിക്കാനെങ്കിലും ഒരു ഇത് കാണിച്ചു. അപ്പോൾ അത് കാണിച്ചതോടെ ഇപ്പോൾ ഷുഗർ കൺട്രോൾഡ് ആണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഓക്കെയാണ്, ഞങ്ങൾ ഹാപ്പിയാണ് പപ്പയുടെ കാര്യത്തിൽ. പിന്നെ ഞങ്ങൾ 2021 ഉടമ്പടി എടുത്തു എന്ന് പറഞ്ഞല്ലോ. അത് എടുക്കാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഒരു സുഹൃത്തിന് ഒരു 6 വർഷമായിട്ട് കല്യാണം ആലോചിക്കുമായിരുന്നു. അപ്പോൾ ഒരു ഹിന്ദു കുട്ടിയാണ്, 6 വർഷമായിട്ട് കല്യാണം ആലോചിച്ചിട്ട് ഇപ്പം ആ ഒരു സമയത്ത് 2021 ഒരു 31 വയസ്സായിരുന്നു. അപ്പോൾ കല്യാണം നടക്കാത്തതുകൊണ്ട് വീട്ടുകാരും കുട്ടിയും ഒക്കെ ഭയങ്കര വിഷമത്തിലായിരുന്നു. അപ്പോൾ എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ പറഞ്ഞു നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മതി, എല്ലാം നടക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നീട് ഇതൊന്നും കല്യാണമൊന്നും ആവാതിരുന്നപ്പോൾ എനിക്ക് തന്നെ തോന്നി, അവരുടെ വിഷമം കണ്ടപ്പോൾ എനിക്ക് തന്നെ തോന്നി ഞാനൊരു ഉടമ്പടി എടുക്കാം, അപ്പോൾ എല്ലാം നടക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനൊരു ഉടമ്പടി എടുത്തു. പക്ഷേ 2021 ഉടമ്പടി ഞാൻ ചെറുതായിട്ട് ഉഴപ്പിയെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ അത് ഒരു കല്യാണം അന്ന് ഉറച്ചായിരുന്നു ഉടമ്പടി എടുത്തപ്പോൾ തന്നെ. പക്ഷെ ആ കല്യാണം മുടങ്ങിപ്പോയി എന്ന് പറഞ്ഞ് എന്നെ തിരിച്ചു വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഇനി ഞാനെങ്ങാനും ഉഴപ്പിയത് കൊണ്ടാണോ ഈ കല്യാണം, ഉറപ്പിച്ച് വെച്ചിരുന്ന കല്യാണം എൻഗേജ്മെൻറ്റ് വരെ എത്തിയായിരുന്നു, അതുവരെ മുടങ്ങിപ്പോയെന്ന് ഓർത്തിട്ട് എനിക്ക് ഉള്ളിൽ ഭയങ്കര വിഷമമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്ത പ്രാവശ്യം ഈ 2023 ഈ എടുക്കുന്ന ഉടമ്പടി കൃത്യമായിരിക്കും എന്ന്. അങ്ങനെ കൃത്യമായിട്ട് ഉടമ്പടി പാലിച്ചതിൻ്റെ ഭാഗമായി ഉടമ്പടി എടുത്തതിൻ്റെ കൃത്യം 1 മാസത്തിന് ശേഷം ആ കുട്ടിയുടെ വിവാഹവും നടന്നു. പറ്റിയൊരു പയ്യനെ തന്നെ മാതാവ് കുട്ടിക്കായി കണ്ടെത്തി കൊടുത്തു. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും ഹെയർ ഫോളിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ടെൻഷൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഹെയർ ഫോളിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു അതൊന്ന് കുറച്ച് തരണേ മാതാവേന്ന്. അതും ഇപ്പോൾ മാറി കിട്ടിയിട്ടുണ്ട്, 2 പേർക്കും മാറി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഉടമ്പടി എടുത്തതിലൂടെ എനിക്ക് എന്ത് മാറ്റങ്ങൾ വന്നു എന്ന് ചോദിച്ചാൽ, ഞാനിങ്ങനെ കൃത്യമായിട്ട് കുമ്പസാരിക്കുന്ന ഒരാളല്ലായിരുന്നു. വർഷത്തിൽ ചിലപ്പോൾ ഒരു 3 പ്രാവശ്യമൊക്കെ കുമ്പസാരിക്കും. ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും കൃത്യമായിട്ട് ഞാൻ കുമ്പസാരിക്കും.
അതുപോലെ തന്നെ ബൈബിൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴൊക്കെ, ഒരു ടെൻഷൻ വരുമ്പോഴൊക്കെയാണ് ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നത്. അതിപ്പോൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് ഒരു അരമണിക്കൂറിന് മേളിൽ ഞാനത് വായിക്കാനായിട്ട് നോക്കും. പിന്നെ എനിക്ക് വന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഞാനൊരു ഡെൻറ്റിസ്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യമൊക്കെ നമ്മുടെ ക്ലിനിക്കിൽ ഇതുപോലെ പേഷ്യൻസ് വരുമ്പോൾ എത്രയും പെട്ടെന്ന് ഓരോ പേഷ്യൻസിനെ തീർക്കണം, അവിടെ തിരക്ക് പെട്ടെന്ന് മാറ്റണം എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക്. അപ്പോൾ ഇപ്പം ഞാൻ പ്രത്യേകിച്ച് ഒരു ഡെൻ്റൽ സർജിക്കൽ, ഒരു എക്സ്ട്രാക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൊസീജിയർ വരുമ്പോൾ ഞാൻ ആദ്യം പേഷ്യൻറ്റിന് ഈ ഇഞ്ചക്ഷൻ കൊടുത്ത് മരവിപ്പിക്കാൻ ഇരുത്തുമല്ലോ, ആ ഒരു സമയത്ത് ഞാൻ എല്ലാ പേഷ്യൻറ്റിന് വേണ്ടിയിട്ടും ഒരു വിശ്വാസ പ്രമാണവും ഒരു 7 സ്വർഗസ്ഥനായും 7 നന്മ നിറഞ്ഞ മറിയും കൃത്യമായിട്ട് ചൊല്ലിയിരിക്കും. അപ്പോൾ അത് ചൊല്ലിയിട്ട് ഇങ്ങനെ ഒരു എക്സ്ട്രാക്ഷൻ ചെയ്യുമ്പോഴത്തേക്കും, ഇങ്ങനെ ഒരു പല്ല് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് പേഷ്യൻറ്റിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു വ്യത്യാസം കാണാം. നമ്മൾ യേശുവിൻ്റെ നാമത്തിലാണല്ലോ ഇപ്പോൾ ആ ഒരു പ്രൊസീജിയർ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസം അങ്ങനെ ഒരു വ്യത്യാസം എൻ്റെ പ്രൊഫഷണൽ ലൈഫിലും എനിക്ക് കൊണ്ടുവരാൻ പറ്റി. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ അവിടെ ഒരു വയ്യാത്ത പിള്ളേരുടെ സ്പെഷ്യൽ ചിൽഡ്രൻ്റെ ഒരു സ്കൂളുണ്ട്. അവിടെ ഞങ്ങൾ പോയിട്ട് ഭക്ഷണം കൊടുക്കാനും പിന്നെ രോഗികളെ സന്ദർശിക്കാനും സഹായിക്കാനും ഒക്കെ ഞങ്ങൾ മാക്സിമം ശ്രമിക്കാറുണ്ട്. ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് വന്നിട്ടുള്ള വ്യത്യാസങ്ങളും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6-7 തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. കൃപാസന പത്രം അത് യേശുവിനെ അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനുമുള്ളതാണ്. നാം അത് കൊടുക്കുമ്പോൾ ഒരു സ്റ്റാറ്റസ് ഡീപ്രൊമോഷനാണ്. നാം പലതരത്തിലുള്ള സോഷ്യൽ ലൈഫിലൊക്കെ പലതരത്തിലുള്ള സ്റ്റാറ്റസ് കീപ്പപ്പ് ചെയ്യുന്ന വ്യക്തികളാകാം. എന്നാൽ ഈ കൃപാസന പത്രം കൊടുക്കുമ്പോൾ നാം അതൊന്നും നമ്മുടെ ഞാൻ ഇങ്ങനെയുള്ള ഒരാളാണല്ലോ, ഞാനിതെങ്ങനെ ഈ പത്രമൊക്കെ കൊടുക്കും, ആ ഒരു ചിന്ത നമുക്കുണ്ടാകാം. എന്നാൽ നാം അവിടെ നിന്ന് തന്നെ ശൂന്യനാക്കി നമുക്ക് വേണ്ടി കുരിശുമരണത്തോളം തന്നെ താഴ്ത്തിയ ആ ഈശോയുമായിട്ട് താതാത്മ്യപ്പെട്ടുകൊണ്ട് നാം ഈ കൃപാസന പത്രം ആ ഒരു മാനസികമായിട്ട് നാം അങ്ങനെയൊന്ന് ഒരുങ്ങി നാം കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ ഇപ്പോൾ UK റിജക്റ്റ് ചെയ്തിരുന്ന ഇവരുടെ ആപ്ലിക്കേഷനാണ്, റിജക്റ്റായി പോയ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ. അത് പിന്നീട് എങ്ങനെയാണ് ഉടമ്പടി പുതുക്കിയിട്ട് പോകുമ്പോൾ ഒരു ബണ്ടിൽ പേപ്പറിന് പകരം 2 ബണ്ടിൽ പേപ്പറും അന്ന് തന്നെ ആ കുറച്ച് സമയങ്ങൾക്കുള്ളിൽ ഇവർ മറ്റുള്ളവർക്ക് പ്രാർത്ഥനയോടെ കൊടുത്തു തീർക്കുന്നു. അപ്പോൾ മനസ്സിൽ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്, ഞങ്ങൾ ഇത് ചെയ്ത് ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ആ റിജക്ഷൻ ആയിരിക്കുന്ന ഞങ്ങളുടെ ആപ്ലിക്കേഷൻ ഞങ്ങൾക്ക് അത് ക്ലിയർ ആകണം. അതുപോലെ തന്നെ ഇവർക്ക് ലഭിച്ചു എന്നുള്ളതാണ് നാം കേട്ടത്. അങ്ങനെ പിന്നീട് ഇവരുടെ പ്രോസസ്സിങ്ങും അതുപോലെ എങ്ങനെയാണ് പിന്നീട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് ജോബ് ചോദിക്കുമ്പോൾ അമ്മ 2 പേർക്കും കൂടിയുള്ള ജോബാക്കിയൊക്കെ അതിവർക്ക് ലഭിക്കുന്നത്. അതുപോലെ തങ്ങളുടെ കുടുംബത്തിൽ തങ്ങളുടെ പേരൻസിനും തങ്ങൾക്കുമൊക്കെ കിട്ടിയിട്ടുള്ള രോഗസൗഖ്യം, കുഞ്ഞിൻ്റെ രോഗസൗഖ്യം, കരിയറിൽ തന്നെ പ്രൊഫഷനായിട്ട് ഡെന്റിസ്റ്റാണ്. അപ്പോൾ ആ ഒരു പ്രൊഫഷനിൽ തന്നെ എങ്ങനെയാണ് ഈശോയെ ചേർത്തുകൊണ്ട് തങ്ങളുടെ പ്രൊഫഷനിൽ ഈ ഒരു ഉടമ്പടി എങ്ങനെയാണ് പ്രൊഫഷനിലും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുവാനായിട്ട് തങ്ങൾക്ക് സാധിക്കുന്നത്, അതൊക്കെയാണ് ഈ മകൾ ഇവിടെ പറഞ്ഞത്. അങ്ങനെ ചെയ്യുമ്പോൾ ആ സർജറിക്ക് വിധേയരാകുന്ന വ്യക്തികൾക്ക് തന്നെ ഒരു സമാധാനമാണ്. അവർക്ക് വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി തങ്ങളുടെ ഹോസ്പിറ്റലിൽ വിട്ടുപോകുവാൻ സാധിക്കുന്നതായിട്ട് മനസ്സിലാകുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം എത്ര സമയമില്ലെങ്കിലും തൻ്റെ പേഷ്യൻസിനെ പെട്ടെന്ന് പറഞ്ഞു വിടണമെന്നുള്ള ഒരു ചിന്തയായിരുന്നു മുൻപുണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ആ പേഷ്യൻസിനെ ഈശോയോട് ചേർത്ത് വെച്ചുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥതയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തങ്ങൾ ചെയ്യുന്നതെല്ലാം ഒരു കൃപയായി മാറുന്നു. തങ്ങളുടെ പ്രൊഫഷൻ പോലും ഒരു കൃപയാക്കി മാറ്റുവാനുള്ള ഒരു മനസ്സും ചിന്തയുമൊക്കെ തങ്ങൾക്ക് അങ്ങനെ വിശുദ്ധീകരിക്കുവാനായിട്ട് ഉടമ്പടി വഴി സാധിച്ചു എന്നുള്ളതാണ് നാം കേട്ടത്. കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവുമൊക്കെ വഴിയായി ജീവിതത്തിൽ കൃപകൾ നേടി ഇവിടെ വന്നു നിന്ന് സാക്ഷ്യം പറയുകയാണ് ഈ കുടുംബം. നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ദൈവത്തെ ആരാധിക്കാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.